ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നെഹമ്യാവിൻ്റെ പുസ്തകം 6:15 ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ 52 ദിവസം കൊണ്ട് മതിൽ പണിതു എന്നവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വലിയ വിഷയമാണ് പിൻപോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് നെബൂഖദ്നേസർ രാജാവ് ആദ്യ തവണ യഹൂദയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ തടവുകാരായി ബാബിലോണിലേക്ക് കൊണ്ടുപോയത് BC 605 കാലഘട്ടത്തിലായിരുന്നു. രണ്ടാമത് 597 മൂന്നാമത് 586 അപ്രകാരം ഇസ്രായേൽ ജനം തടവുകാരായി പോയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പേർഷ്യൻ രാജാവായ കോരേശ് അഥവാ സൈറസ് BC 539 ബാബിലോണിനെ കീഴടക്കി തുടർന്ന് BC 538 യെരുശലേം ദൈവാലയം പണിയുന്നതിനുള്ള കൽപ്പന അദ്ദേഹം പുറപ്പെടുവിച്ചതായിട്ടും ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവഭക്തരായ ഒരു കൂട്ടം യഹൂദന്മാർ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം പണിയുവാനായിട്ട് പുറപ്പെടുകയും BC 536 അവർ ആലയത്തിന് അടിസ്ഥാനമിട്ട് പണി ആരംഭിച്ചു. എന്നാൽ BC 534 ദൈവാലയത്തിന്റെ പണി നിന്നു പോകുവാനായിട്ടിടയായി. പല വിധമാകുന്ന എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. 520 പുനരാരംഭിക്കുകയും 516 അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇസ്രായേലിന്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ കാലഘട്ടത്തിൽ ഹഗ്ഗായി, സക്കരിയാവ് എന്നീ പ്രവാചകന്മാരുടെ കീഴിലാണ് പണി പുനരാരംഭിച്ചത്. കൂടാതെ പേർഷ്യയിൽ നിന്ന് ദൈവാലയത്തിന് ലഭിച്ച വിലപിടിച്ച സംഭാവനകളുമായി പുരോഹിതനായ എസ്രായുടെ നേതൃത്വത്തിൽ BC 458 അർത്തകശിഷ്ട രാജാവിന്റെ അനുവാദത്തോടെ രണ്ടാം പ്രാവശ്യം ഏതാണ്ട് 1754 ആളുകൾ വന്ന് ചേർന്ന് പണി വീണ്ടും ആരംഭിക്കുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ദൈവം ഇസ്രായേലും ഉപയോഗിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ ആലയം പണിയോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചതായ വാക്യത്തിൽ മതിലിനോടുള്ള ബന്ധത്തിലാണ്. ആലയമൊക്കെ പണിയപ്പെട്ടു, പക്ഷെ എങ്കിലും യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞ് കിടക്കുന്ന അനുഭവങ്ങളാണ്. ആയതുകൊണ്ട് എവിടെ നിന്നും ആർക്കും ഏത് സമയത്തും ആക്രമിച്ച് യെരുശലേമിനെ വീണ്ടും കീഴടക്കുവാനായിട്ട് സാധിക്കും. ഈ ഇത്തരണത്തിലാണ് നെഹമ്യാവ് വളരെ ദുഃഖിതനായിരിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ബാബിലോൺ പ്രവാസത്തിന് ശേഷം യെരുശലേമിലേക്ക് മടങ്ങി വന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ സംഘത്തിന്റെ നേതാവായിരുന്നു നെഹമ്യാവ്. പേർഷ്യൻ രാജാവായ അർത്തകശിഷ്ട രാജാവിന്റെ പാനപാത്രവാഹനം കൂടെയായിരുന്നു താനെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എസ്രായും നെഹമ്യാവും ഒരേ ചരിത്ര കാലഘട്ടത്തിലാണ് അവര് ജീവിച്ചിരുന്നത്. പേർഷ്യൻ രാജാവായ അർത്തകശിഷ്ട രാജാവ് ഒന്നാമന്റെ അഥവാ BC 465-423 കാലഘട്ടത്തില് ആയിരുന്നു ഈ നെഹമ്യാവ് അവിടെ ആയിരുന്നത്. അങ്ങനെ അർത്തകശിഷ്ട രാജാവ് നെഹമ്യാവിന്റെ മുഖം വാടിയിരിക്കുന്നതും ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും നെഹമ്യാവിനെ ആ മതിൽ പണിയുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്ന ചരിത്രങ്ങളും ഒക്കെ നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മറ്റൊരു കാര്യം നമ്മളുടെ ഓർക്കണം. എസ്രായുടെ പുസ്തകം 4:7-23 വരെ വായിക്കുമ്പോൾ ഇതേ അർത്തകശിഷ്ട രാജാവ് തന്നെയാണ് നേരത്തെ പ്രഭുക്കന്മാരുടെ ആലോചന പ്രകാരം പണി നിർത്തിവെപ്പിക്കുവാനും മറ്റും ഇടയായിട്ടുള്ളതായ ചരിത്രവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു പുരോഹിതൻ എന്ന നിലയിൽ എസ്ര ആത്മീയമായ ഒരു നവോത്ഥാനത്തിന് നേതൃത്വം വഹിച്ചിരുന്നു. നെഹമ്യാവ് ഒരു ഗവർണർ എന്ന നിലയിൽ ഭൗതികവും ഭരണപരവുമായ പുനരുദ്ധാരണവും നിർവഹിച്ചതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഈ നെഹമ്യാവിനെ ഇങ്ങനെ പണിയുവാനായിട്ട് അയക്കുമ്പോൾ തന്നെ വലിയൊരു കൂട്ടം അവർക്കെതിരായിട്ട് നിൽക്കുകയാണ്. അവരെ ഭയപ്പെടുത്തുന്നു, പരിഹസിക്കുന്നു. ഇങ്ങനെ വലിയൊരു കൂട്ടം എതിരായിട്ട് നിന്ന ആ സന്ദർഭങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ആ സന്ദർഭത്തിൽ പാതി പേർ വേല ചെയ്തു, പാതി പേർ
കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ച് നിൽക്കുന്ന അനുഭവങ്ങൾ, ചുമട്ടുക ഒരു കൈ കൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈയിൽ ആയുധം പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്തു. അരിവാൾ അവര് അരയിൽ അണിഞ്ഞിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ സന്ദർഭത്തിൽ നെഹമ്യാവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മതിലിൽ ചിതറി അന്യപ്പെട്ടു നിൽക്കാതെ എല്ലാവരും കാഹളം കേൾക്കുമ്പോൾ ഒരുമിച്ച് കൂടി വരുവാനായിട്ട് പറയുന്ന അനുഭവങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും ചില ചരിത്ര കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയായി തീർന്നത് ആലയം പണിതതുകൊണ്ട് മാത്രം അവിടെ ആരാധന നടക്കുകയില്ലായിരുന്നു. കാരണം മതിലിടിഞ്ഞു കിടക്കുകയാണ്. ഏതു സമയത്തും ശത്രു സൈന്യം ആക്രമിച്ച് അവരെ കീഴടക്കും. എന്നാൽ ഇവിടുത്തെ മതിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെഹെസ്കേൽ പ്രവചനം 22:30 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പിൽ ഇടിവിൽ നിൽക്കുവാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ദുഃഖിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ മതിലെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, എന്നാൽ അത് കോട്ടകളെ ഇടിപ്പാൻ പര്യാപ്തമായ ദൈവസന്നിധിയിലെ വിശ്വാസമാണ്. അപ്പോൾ തന്നെ പ്രാർത്ഥന എന്ന ആയുധം കൊണ്ടാണ് ഭക്തന്മാരെല്ലാം ഓരോ കാലഘട്ടത്തിലും, പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും അവർ വിജയിച്ച് മുൻപോട്ട് നീങ്ങിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് അനേക ഇടങ്ങളിൽ ഒരുപക്ഷെ യെരുശലേം ദൈവാലയം പോലെ അമ്പരചുംബികളായ വലിയ ആലയങ്ങൾ ഉണ്ടായിരിക്കാം. ആലയത്തിന്റെ പേരിൽ, ആരാധനയുടെ പേരിൽ ഇന്ന് പള്ളിക്കേസുകളും തമ്മിലടിയും കൂട്ടയടിയും നടക്കുന്നതാകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം നാം ഓർക്കണം. പ്രാർത്ഥനയില്ല എങ്കിൽ, അഥവാ പ്രാർത്ഥനയാകുന്ന മതിലില്ല എങ്കിൽ ദുഷ്ടശക്തികള് ആരെയും കീഴടക്കി കളയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ പ്രാർത്ഥനയാകുന്ന മതിലിൽ നിൽക്കുന്നവനെ കീഴ്പ്പെടുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായ പ്രാർത്ഥനയിൽ മുന്നേറുവാനായിട്ട് നമുക്ക് ഇടയായി തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിശ്ചയം വിളിച്ചാൽ വിളി പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം.